ഹായ് ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഷീൻസ് ക്രേസി ക്രേവിങ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉഴുന്നുവടയാണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു കപ്പിന് 1 കപ്പ് ഉഴുന്നാണ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്നത്. 4-5 മണിക്കൂർ കുതിർത്തിട്ട് എടുത്തിരിക്കുന്നതാണ്. വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റുന്നുണ്ട്. നമ്മളിത് നല്ല തണുത്ത് ഐസ് വാട്ടറിലാണ് ഇത് അരച്ചെടുക്കേണ്ടത്. അത് ഒരുപാട് വെള്ളമൊന്നും ചേർക്കണ്ട, കുറേശ്ശെ ചേർത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അതിലേക്ക് ഞാനൊരു 2 ടീസ്പൂൺ ദോശമാവും കൂടെ ചേർക്കുന്നുണ്ട് അരയ്ക്കാൻ നേരത്തെ. അപ്പോൾ നല്ല പുളിച്ച ദോശമാവ് ചേർക്കുന്നത് നന്നായിട്ട് നല്ല മുരിഞ്ഞ് നല്ല ക്രിസ്പിയായിട്ട് കിട്ടാൻ നമുക്ക് സഹായിക്കും. അതുപോലെ തന്നെ ഇതിനകത്ത് സോഡാപ്പൊടി ചേർക്കാതെ നമ്മൾ ദോശമാവ് 2 ടീസ്പൂൺ ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് പൊങ്ങി വരികയും ചെയ്യും. അപ്പോൾ ഞാൻ സോഡാപ്പൊടിക്ക് പകരമാണ് ദോശമാവ് ചേർക്കുന്നത്. ഇതുപോലെ 2-3 തവണയായിട്ട് നമ്മൾ ഐസ് വാട്ടറിൽ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഞാനിവിടെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഉണങ്ങിയ ഒരു പാത്രത്തിലേക്ക് വെള്ളമൊന്നും ഇല്ലാതെ തുടച്ചിട്ട് ആ പാത്രത്തിലേക്ക് നമുക്ക് ഈ ഉഴുന്നരച്ചത് നമുക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടല്ലോ, ഇതേപോലെയാണ് വരുന്നത്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഒരു 5 മിനിറ്റ് നേരം നമുക്ക് നന്നായിട്ട് ഇത് ഒന്ന് മിക്സ് ചെയ്ത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണേ. അപ്പോൾ ഇത് എല്ലാം അങ്ങനെ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ കുറച്ച് ഐസ് വാട്ടർ ബാക്കിയുള്ളത് എടുക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് മാവെടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം അതിങ്ങനെ ഉരുണ്ടിരിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിങ്ങനെ കറക്റ്റ് ടെക്സ്ചറിൽ നമുക്കിത് മാവ് കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കാണുന്ന അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ഓൾ ബട്ടൺ കാണുമ്പോൾ അതും കൂടെ പ്രസ് ചെയ്യുമ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനും കൂടെ നിങ്ങൾക്ക് കിട്ടുമേ. ഞാനിവിടെ ചുവന്നുള്ളി ഒരു 6-7 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കറിവേപ്പില, പിന്നെ പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് അരിഞ്ഞെടുക്കണം. ഞാനിവിടെ പൊടിയായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കുരുമുളക് മണി നമുക്കൊരു 1 ടീസ്പൂണും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഈ മാവിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കും. ഈ മാവ് ഞാനിവിടെ ഒരു മണിക്കൂർ അവിടെ വെച്ച് കഴിഞ്ഞിട്ടാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് ശേഷമാണ് ഞാനിവിടെ ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് അരിഞ്ഞെടുത്തതും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. അതിന് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ നമ്മൾ ഈ മാവ് നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഒരു മണിക്കൂർ ഒന്ന് മാറ്റി വയ്ക്കണം. ഒന്ന് ജസ്റ്റ് ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇതെല്ലാം ഒന്ന് അരിഞ്ഞ് ചേർക്കാവൂ. അപ്പോൾ ഇത് എടുത്തതിനൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതുണ്ടാക്കാം. ഇവിടെ ഉപ്പും എല്ലാം ചേർത്ത് ഞാനിവിടെ ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തവയിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഒഴിച്ചൊന്ന് ചൂടാവട്ടെ. ഇനി ഞാനിവിടെ നമുക്ക് 2 മെത്തേഡിൽ ഉണ്ടാക്കാം. ഞാനിവിടെ ഇതുപോലൊരു തവി എടുത്തിട്ടാണ് ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് അതിൽ നടുക്ക് കുഴി ഉണ്ടാക്കിയിട്ടാണ് ഇടുന്നത്. ഇല്ലെങ്കിൽ അരിപ്പയാണെങ്കിലും മതിയാവും. അത് പ്ലാസ്റ്റിക് അരിപ്പയല്ല, അല്ലാത്ത സ്റ്റീലിൻ്റെ അരിപ്പയുണ്ടല്ലോ, ചായയൊക്കെ ഇരിക്കുന്നത്, ആ അരിപ്പ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ ഇതിൻ്റെ ആ തവിയുടെ ബാക്കിലേക്ക് നമ്മൾ ഇതുപോലെ മാവ് ചേർത്ത് കൊടുത്തിട്ടൊന്ന് നടുക്ക് ഒന്ന് കുഴിയുണ്ടാക്കി നമ്മൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് കൈ കൊണ്ടാണെങ്കിലും പരത്തിയിടാം, ഇല്ലെങ്കിൽ അരിപ്പ വെച്ചിട്ടാണെങ്കിലും പരത്തിയിടാം. ശ്രദ്ധിക്കേണ്ടത് സ്റ്റീൽ അരിപ്പയാണെങ്കിൽ ഇത് എണ്ണ തൊട്ടാലും അത് ഉരുകിപ്പോവില്ല. അപ്പോൾ ഇങ്ങനെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാമേ. അപ്പോൾ ഞാനിങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അല്ലാതെ നമ്മൾ കൈ കൊണ്ടും പരത്തുന്നതും ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഞാനിത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് അത് താഴോട്ട് വിട്ട് വന്നോളും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരട്ടെ. അപ്പം നന്നായിട്ട് ചൂടുള്ള എണ്ണയിലേക്കാണ് നമ്മളിത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വെന്ത് വരണം. പെട്ടെന്ന് തീ കൂട്ടി വെച്ചിട്ട് ഇത് നമുക്ക് മൂപ്പിച്ചെടുക്കാൻ പാടില്ല. അപ്പോൾ അകമൊന്നും നമുക്ക് വെന്ത് കിട്ടത്തില്ല. അപ്പോൾ ആദ്യം നന്നായിട്ട് തീ കൊടുത്തിട്ട് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ. പിന്നെ നമ്മളൊരു ചെറിയ മീഡിയം തീയിലേക്ക് ആക്കിയിട്ട് ഇത് നന്നായിട്ടൊന്ന് തിരിച്ചു മറിച്ച് വിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കണം. പെട്ടെന്നായെങ്കിൽ ഇത് അകമൊന്നും മാവ് അതുപോലെ ഇരിക്കും, ഇത് വേവത്തില്ല. അപ്പോൾ ഇങ്ങനെ പതുക്കെ നമ്മൾ തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ അതിനെ മുരിച്ചെടുക്കുക. അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഉഴുന്നുവട നമുക്ക് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് സോഡാപ്പൊടി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ദോശമാവുണ്ടെങ്കിൽ അതൊരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും.
ഞാനിവിടെ എല്ലാം തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന നല്ല ഉഴുന്നുവടയാണിത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാനിവിടെ 2 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയും ഞാൻ ഇതുപോലെ തന്നെ എടുത്ത് ഉണ്ടാക്കിയെടുക്കുവാണേ. അപ്പോൾ ഞാനിത് കൈ കൊണ്ടും ഞാനിത് ചേർത്ത് കൊടുക്കുന്നതാണ്. ഇതുപോലെ നമ്മൾ കയ്യിലേക്ക് എടുത്തിട്ട് ഇതുപോലെ നടുക്കൊരു കുഴി ഉണ്ടാക്കി അതിലേക്കൊന്ന് ഇട്ട് കൊടുത്താൽ മതിയാവും. ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇത് രണ്ട് തരത്തിൽ നമുക്ക് ഏതാണോ കംഫർട്ടബിൾ അതുപോലെ തന്നെ നമുക്കത് ചെയ്ത് കൊടുത്താൽ മതിയാവും. മാവ് ഒത്തിരി ലൂസായി പോകരുതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ടെക്സ്ചറിൽ നമ്മൾ അരച്ചെടുക്കേണ്ടതാണ്. വെള്ളം ഒരുപാടൊന്നും ആയി പോകാതെ അരച്ചെടുക്കുക. തണുത്ത വെള്ളത്തിൽ നല്ല തണുത്ത ഐസ് വാട്ടറിലാണെങ്കിൽ കുറച്ചുകൂടി ബെറ്ററാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കണേ. അപ്പോൾ ഇങ്ങനെ എല്ലാം ഞാനിത് തിരിച്ചു മറിച്ചു വിട്ട് എല്ലാ ഉഴുന്നുവടയും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉഴുന്നുവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുറമെല്ലാം നന്നായിട്ട് മുരിഞ്ഞ് അകമൊക്കെ നന്നായിട്ട് വെന്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉഴുന്നുവട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ.